ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാക്കുന്നത് റിജുവിന് സ്കൂളിൽ കൊണ്ടുവന്നതാണ്. അവൾക്ക് ജലദോഷമൊക്കെയാണ്. അപ്പോൾ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനാണ്. പറഞ്ഞു കൊടുക്കുക റിജുവിന് എന്താ അവന് കഫക്കെട്ടാണ് ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് എല്ലാ പരിപാടിയുണ്ട്. ഓക്കെ, കാട്ടിത്തരാം. അനു കോഴി വാങ്ങും, ഞാൻ കോഴി വാങ്ങൂല, അരി വാങ്ങൂല. അനു കോഴി, അരി വാങ്ങിക്കോളി. എന്താ ഒക്കെ നോമ്പ് ഉറക്കണം, ഫുഡ് കഴിക്കണം. പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് ഗൈസ്. ഇനി ഞങ്ങൾ മന്തിയാണ് വെക്കുന്നത്. നല്ലൊരു നൂഡിൽസ് എന്താ പറയുക, ഇപ്പം നോമ്പായതുകൊണ്ടാണ്. അല്ലേ ഇപ്പം നൂഡിൽസ് എന്നാ പൂതിണ്ടായി. സൺഫ്ലവർ ഏതാണ്ട് ചെടുക്ക് നോക്കണ്ട. നമ്മൾ കണ്ട സൺഫ്ലവറേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതിന് ഫുള്ള് വിലയൊക്കെ നോക്കി സാധനത്തിൻ്റെ ഡേറ്റൊക്കെ നോക്കിയിട്ട് കഴിക്കുള്ളൂ ഭക്ഷണം. ഗായ്സ്, അപ്പോൾ ഇതാക്കണമെന്ന് നമ്മൾ ഉണ്ടാക്കണമെന്ന് സ്പെഷ്യലി ഇഷ്ടമുള്ള ഡ്രിങ്കാണിത്. ഇത് ജ്യൂസ്. ഇത് എന്താണ് ഇപ്പോൾ ഇത് ഏലക്കായ ഇടും. കക്കരിക്കായ, ഏലക്കായ്, പാലൊക്കെ ഇട്ടാണ്ട് അടിപൊളി ഷെയ്ക്കാണ്. അപ്പോൾ ഏലക്കായ്ക്കൊക്കെ എണ്ണ ഉണ്ട് കേട്ടോ. അവിടെ ഇടല്ലേ കജിക്ക് വിട്. ഉണ്ടോ? പിന്നെ ഏലക്കായ് ചോയ്ക്കണം, രണ്ടെണ്ണം കൂടി കാട്ടിക്കാം. ബിരിയാണിക്ക് വെറുതെ ഇട്ടിട്ട് കാര്യമല്ല. അപ്പോൾ ഏലക്കായൊക്കെ ഇട്ട് മാഷാ അല്ലാ. ഇനിയിപ്പോൾ ഇതാണ് നമ്മളെ ജ്യൂസ്. പാലൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഒന്ന് ജ്യൂസ് അടിക്കാൻ ഞങ്ങൾ അനുവിനെ ഏൽപ്പിച്ചിരിക്കണത്. അനുവിൻ്റെ പാട്ട് കേൾക്കണമെന്ന് പലരും പറയുന്നുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് ഫസ്റ്റ് ആ പാട്ട് അടിക്കാം. അതേത് അതേതാ അതേതമ്മ പാത്താ നാട്ടിലെ പാട്ടേതാ? പാത്തിയോ? അത് പോരാ പാല് വെള്ളം ഒഴിച്ചണം. മറ്റേ പാണ്ടാനോ അല്ലാഹുവിൻ്റെ ദാബ്, അതാണ് രസം. നല്ല ഇളക്കട തങ്കട. ആളെ ഭയങ്കര എടാ പാല് പോയാ കത്തിച്ചലായി കാരണം. നമുക്ക് മിക്സി ഗിവ് അവേയില് കിട്ടുന്നതാണ്. ഇത് അതിൽ സ്പെഷ്യലിസ്റ്റ് കട്ടിങ് സ്പെഷ്യലിസ്റ്റ് കുഞ്ഞാണ്. ആ കട്ടിങ്ങിൻ്റെ സൂ നോക്കി നിങ്ങൾ. ഇത് എന്തിനില്ലാണ്? ഇത് ചട്ടിപ്പത്തിരി ഇല്ല ഞാണിയാ. ഇത് ചട്ടിപ്പത്തിരിക്കില്ലാണ്. അനു അത് പോവൂ, അനുവാ പോവൂടാ.
ഇപ്പം ദുബായിൽ ഇപ്പം അറബിന്റെ വീട്ടില് തബാക്കാണ് ഗൈസ്. ഡാഡി പണി കഴിഞ്ഞ് വന്നു. നോമ്പൊക്കെ പണി കൂടിയിട്ട് ആകെ ക്ഷീണിച്ചേക്കണ്. പണിയൊന്നും കൂടിയാ കൂടൂല. എന്താ ഇതിനെ ചെയ്യാ? വരി കേറി കേറി. അപ്പോൾ കിട്ടിയല്ലേ അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ എന്താണെന്ന് അറിയാം. പെരച്ചക്ക് പരിപ്പ് കറി വേണം. ഡാഡി ആക്കുന്നു. പരിപ്പ് കറി. പരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കുറുന്നനെ ഉണ്ടാക്കി കുറച്ച് തൈര് പപ്പടം ഒക്കെ വേണം. നല്ല പരിപ്പ് കറിയും ചോറും പെരച്ചക്കില്ലത്. പരിപ്പ് കറി വേണം. അപ്പൊ ഇന്ന് നമ്മള് പരിപ്പ് കറി രാത്രി ഉണ്ടാക്കുന്നത് അല്ലമ്മ? ഉണ്ടാക്കൂലേ? ഉണ്ടാക്കും. ഇപ്പൊ കോഴി അതാ കാരണം ഇവിടെ ഫുള്ള് ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് 3 ആൾക്കാരാണ് ഇവിടെ കണ്ടോ. പണ്ടാരികൾ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ്. മെയിൻ പണ്ടാരി കുഞ്ഞാണി, അത് സ്പെഷ്യൽ ഐറ്റംസ് മുഴുവൻ ഉണ്ടാക്കുന്ന കുഞ്ഞാണിയാണ്. 2ാം പണ്ടാരി പിന്നെ അനുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മന്തി ഇന്ന് പണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മന്തിൻ്റെ സ്റ്റൈലുണ്ട്. ആ ലെവലാണ് ഞങ്ങൾ ഇന്നും മന്തി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആദ്യം ചട്ടി വെച്ച് ചട്ടിയിൽ ഞങ്ങൾ ഓയിൽ വെച്ചിട്ട് ഞങ്ങൾ ചിക്കനൊക്കെ മസാല കൂട്ടി ഞങ്ങൾ മസാല ഇട്ട് വെക്കും. എന്നിട്ട് പകുതി വെന്ത ചോറ് ഞങ്ങൾ എന്ത് ചെയ്യും, ചിക്കൻ്റെ മുകളിൽ ഇടും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് ഞങ്ങൾ വേവിക്കും. അതാണ് അങ്ങനെ മന്തി ഉണ്ടാക്കുന്നത് ഞങ്ങൾ. അതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് മണി പോലെ പയറ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പയറ് മുറിച്ചതിനൊക്കെ ഒരു രീതികളുണ്ട്. കണ്ടോ കാട്ടി കൊടുത്താണിമ്മ. അല്ല, പയറ് പൊട്ടിച്ചതിന് രീതികളുണ്ട്. നല്ല മണം വരുന്നുണ്ട് ചിക്കൻ്റെ ഒക്കെ. കണ്ടോ, അത് കുഞ്ഞാണിയാക്കുന്ന ചിക്കനല്ല, അത് ഓനത്തെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അവിടെ കോഴി കഴിക്കുകയാണ്. താളിപ്പൊക്കെ പറ്റും. ഒന്ന് താളിപ്പും ചോറൊക്കെയാണ്. അപ്പോൾ ഇന്ന് അതേപോലെ ഞങ്ങൾക്ക് ഉസ്താനിലെ ചിലവുണ്ട്. നാളെ ഞങ്ങളെ പള്ളിക്കത്തെ ചിലവ് ഞങ്ങളതാണ്. അപ്പോൾ എന്താണ് രാത്രി ഞങ്ങൾ പരിപ്പ് കറിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് റിച്ച് ആയിട്ടുള്ള ഇടയ്ക്കുള്ള ദിവസമേ ഉള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ താളിപ്പാണ്. താളിപ്പ്, ഉണക്കമീൻ, അച്ചാറ്, ഇതൊക്കെയാണ് നോർമലായിട്ടുള്ള ഭക്ഷണങ്ങൾ. പെരച്ചക്ക്, പപ്പടം വേണം. ആയിക്കൊന്നില്ല ഇല്ലട്ടോ. ആകെ 3 കേങ്ങും വാങ്ങിയേക്കണ്. അതൊന്നുമില്ല. ഇല്ലത് അറിയട്ടെ 3 കേങ്ങും വാങ്ങിക്കണ്. ഇവിടെ 10 കൂട്ടാനും വേണം, 10 ഉപ്പേരിയും വേണം. 10 പരിപാടി നടക്കൂല. വെജിറ്റേറിയൻ ആണ്, വെജിറ്റബിൾ ഡിഷാണ് ഉണ്ടാക്കുന്നത്. നോമ്പുണ്ടോ? ഇന്ന് നമ്മളെന്താ ഉണ്ടാക്കണം? ഇങ്ങോട്ട് വാ വെച്ചുവാ. ഇന്നെന്താ ഉണ്ടാക്കണേ നമ്മള്? അപ്പൊ ഞങ്ങള് മന്തിക്കുള്ള ദമ്മിനാക്കണ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. നമ്മള് ഓയിൽ ഒഴിക്കുക, മസാല ഒക്കെ ഇടുക, എന്നിട്ട് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെക്കുക. ഇനി നമ്മള് ഇതെന്താണ് ചട്ടിപ്പത്തി. അത് ഞങ്ങൾ ഇനി ഓവന് കയറ്റി വെക്കുകയാണ്. 40 മിനിറ്റാണ്. 40 മിനിറ്റ് ആയി. ഉണ്ടോ? ഞങ്ങൾക്ക് ഇൻഡക്ഷൻ്റെ സാധനം ആവി പറഞ്ഞു. കളറ് വന്നോ? ചോറൊക്കെ അടിയിൽ ചിക്കനൊക്കെ ഇട്ടില്ലേ? മന്തി പൊളിക്കും. ഇവിടെ ഞങ്ങൾ പെലച്ചക്കില്ല ചീര കൂന അരിയാണ്. ചീര ഇതൊക്കെ അരിഞ്ഞ് വെച്ചു. ഇതൊന്ന് കട്ട്ലേറ്റ് ബാക്കിയാണ്, അതിപ്പോൾ തിന്നു. ഒക്കെ ഞങ്ങൾ മെയിൻ പണ്ടാരിമാർ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളെ പേരിൽ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങനെയാണ്. ഇങ്ങനെയാണ് നമ്മൾ പോക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കരിക്കാട്ട് എടുക്കുക.
എന്നിട്ട് ഇങ്ങനെ ഇടുക, കനലെടുത്ത് ഇങ്ങനെ ഇടുക. ആ കരിക്കാട്ടല്ല, കരി ചാർക്കോൾ. അതെ, ചാർക്കോൾ എടുത്ത് ഇങ്ങനെ ഇട്ടു മന്തിൻ്റെ മുകളിൽ. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്തേക്ക് ഓയിലോട് പാരും, അപ്പോൾ സെറ്റാവും. അതെ അപ്പോൾ കണ്ടോ ഓയില് ആ കണ്ടോ പോഞ്ഞു ദമ്മിട്ടു. ഓ ഗുഡ്. ഇല്ല ഉണ്ടായിക്കോട്ടെ. കണ്ടോ ഇതാണ് ദമ്മിട് പറഞ്ഞാല്. കറക്റ്റ്. ചെറിയ ആവിയൊക്കെ പോവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതൊക്കെ ഞങ്ങളെ ഉമ്മാന്റെ സ്പെഷ്യലാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇനി ഇത് ദമ്മായിട്ട് കാണാം. ദമ്മല്ലേ വളമ്പുമ്പോ കാണാം. മന്തി ഗൈസ്, മന്തി ആരടേ. ഞാൻ ഹോം മെയ്ഡ് മന്തി. അതെ, അപ്പൊ എന്നാ എടുത്താ കാണട്ടെ. ഇമ്മ മന്തിയൊക്കെ വെച്ച് കുഴങ്ങി. ആരാണ് ഇന്ന് വെച്ചിന്റെ മെയിൻ മന്തിന്റെ പരിപാടി? ആരാ പറഞ്ഞോട് മന്തി ആരാ വെച്ചും കൂടി പറഞ്ഞു കൊടുക്കട്ടോ. ആരാ വെച്ചതെന്ന് ഇവിടെ മുഖ്യം വെച്ചത് ഇമ്മ തന്നെയാണ്. കാരണം അമ്മ ആണ് വെക്കുക. എന്തേ കോഴി കേക്ക് എടുത്തിയാണ്ട് ഇപ്പൊ മന്തി എന്റേതാവൂല. കോഴിയൊക്കെ ഇപ്പൊ കേക്ക് മസാല കിട്ടിയല്ല, മുളകും പൊടി ഇട്ട് വേറെ ഒന്നുമില്ല. എല്ലാരും തൊട്ടിട്ട് അപ്പൊ എല്ലാരും മന്തിയാണ്. നമ്മളത് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ്. ഞങ്ങള് പറഞ്ഞാൽ എന്താ അറിയോ, ഇഞ്ചമ്മക്ക് സുഖമാണ്. കാരണം മറ്റവനാക്കണ അവിടെ ചീരായിരിക്കും. കണ്ടോ, ഇവിടെ വരുമ്പോ ഞങ്ങൾ തന്നെ മെയിൻ പണിക്കാർ, ഞങ്ങൾ തന്നെ അടുക്കളക്കാര്. വേറെ ആരും നമുക്ക് വേണ്ട. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ പേരേക്ക് വരുന്ന കുട്ടികൾക്ക് ഭാഗ്യമാണ്. ഇപ്പൊ ഇവിടെ വന്ന കുട്ടികൾക്കൊക്കെ പെരും ഭാഗ്യ. താത്താരൊക്കെ ആക്കണുണ്ട്. കണ്ടോ, ചോദിച്ചാൽ ഭാഗ്യമേ പറയുള്ളൂ. ചെറിയ താത്താക്ക് പനിയാണ്, വലിയ താത്താക്ക് പനിയാണ്, തലവേദനയാണ്. അപ്പൊ ഞങ്ങൾ തന്നെ കിച്ചണില് നോമ്പ് അസുഖമാണ്. കാരണം ഞങ്ങള് വീഡിയോയില് കണ്ടില്ലേ, ഞങ്ങള് നോമ്പ് തുടങ്ങി അന്ന് തന്നെ ഉമ്മ കജ്ജും കാലും മേടിച്ചാണ്ട് കൊണ്ടിറക്കണത്. അതെ, അന്ന് മുതലേ പിന്നെ ഓരോ ബെജ്ജായാണ്. ഏതായാലും അൽഹംദുലില്ലാ ഉസാറാണ്. എന്നാലും അവസാന 10 മക്കളെ, അവസാന 10 അല്ലമ്മ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങള് മന്തി ആകട്ടെ. ഇപ്പൊ വരുന്നുണ്ട്.